അതാഅൻ ഹിസാബാ. അല്ലാഹു മതിയായ സമ്മാനം തരും. അല്ലാഹു നമുക്ക് തരട്ടെ. ഉറക്കെ പറയും, അല്ലാഹു നമുക്ക് തരട്ടെ, അല്ലാഹു നമുക്ക് തരട്ടെ. എവിടെയാ കൊടുക്കുന്നറിയോ? യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ. മലക്കുകളും സയ്യിദുനാ ജിബ്രീലും അണിചേർന്നു നിൽക്കുന്ന വേദിയിൽ എന്നാണ്. ജിബ്രീലിന് അല്ലാഹു നൽകിയ പ്രാധാന്യം എത്രയാണ്? സയ്യിദുനാ ജിബ്രീൽ മനസ്സിലാക്കണം. നോക്കൂ, നമ്മളിപ്പോൾ ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ആവാണെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ മത്സര വിജയികൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് നമ്മളെ പരിപാടിയിൽ. അത് ഉന്നതന്മാരെ ഹദ്റത്തിലുമാണ് കൊടുക്കുന്നത്. യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ കൂട്ടത്തിൽ മുജാഹിദ് പ്രവർത്തകന്മാരുണ്ടാകും, ജമാഅത്ത് പ്രവർത്തകന്മാരുണ്ടാകും, ഈ കൂട്ടത്തിൽ സംഘടനകളിൽ താല്പര്യമുള്ളവരില്ലാത്തവരുണ്ടാകും, കാണുന്നതിലൊക്കെ കയറുന്നവരുമുണ്ടാകും. എന്തോ ആയിക്കോട്ടെ, എനിക്ക് പറയാനുള്ളത് ഹബീബിന്റെ കാര്യത്തിൽ ഒരു തർക്കത്തിലിറങ്ങരുത് എന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന സംഗതിയാണ്, വേറുള്ള ഒരു കാര്യം പോലെയല്ല. നിസാരമായ ഒരു കാര്യം തർക്കിക്കും പോലെയല്ല ഈ ഒരു കാര്യം. ഉന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ കാര്യത്തിൽ ഒരാൾ തർക്കിച്ച പിന്നെ എന്ത് ഈമാനാണ് ആ മനുഷ്യനുണ്ടാവുക? അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ എന്താ നിങ്ങളോട് പറയുന്നത്? യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്മാനം തരാൻ വേണ്ടി, സ്വർഗം വിധിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹാന്മാരെ അവിടെ അണിനിരത്തും. അള്ളാഹിന്റെ സൃഷ്ടികളാണെങ്കിലും അല്ലാഹു അവരെ ആദരിച്ചവരാണ്. ആ കൂട്ടത്തിലെ നേതാവാണ് സയ്യിദുനാ ഉണ്ടല്ലോ, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. സയ്യിദുനാ ജിബ്രീൽ വരിക എന്നതാണ് ഇന്നലെയും ഇന്നലെയുടെയും അല്ലെങ്കിൽ റമളാനിന്റെയും ലൈലത്തുൽ ഖദർ എന്നാണ് ഇന്ന് അസ്തമിച്ച രാത്രി എന്ന് പറയാനുള്ള അവകാശമൊന്നും ഒരാൾക്കും ഇല്ല. അത് സാന്ദർഭികമായി പറഞ്ഞു പോവുക. അങ്ങനെ ഒരു അധികാരവും ആർക്കില്ല. അങ്ങനെ ആരെങ്കിലും ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് കേവലം ചൂഷണത്തിന്റെ താല്പര്യം മാത്രമാണ്. ലൈലത്തുൽ ഖദർ എന്നാണെന്ന് ഒരിക്കലും ബഹുമാനപ്പെട്ട ശറഅ് പറഞ്ഞിട്ടില്ല. ഇത് ഗൗരവമായി ചിന്തിക്കണം. സാധാരണക്കാരായ ആളുകളെ ഇത്തരം കാര്യത്തിൽ ആരും കബളിപ്പിക്കരുത്. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ അത് ചെയ്യരുത്. പണ്ഡിതന്മാർ അത് ഗൗരവമായി മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. എൻ്റെ വിനയത്തിൻ്റെ ഒരു അപേക്ഷ പറയുകയാണ്. 25 മാത്രമായി ഇങ്ങനെ ഒരു സംഗതി ആളുകളെ ലൈലത്തുൽ ഖദറായി നിജപ്പെടുത്തി പറയുക എന്നത് ശറഇന്റെ പരിധിക്കപ്പുറമുള്ള ഒരു സംഗതിയാണ്. ഒരിക്കലും അത് ശറഅ് അംഗീകരിക്കുകയില്ല. ഒന്ന്. ഇനി രണ്ടാമതായി ലൈലത്തുൽ ഖദറാണെന്ന് ആർക്കെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ അവർ വേണ്ടത് ഏതെങ്കിലും പൊതുവായ സമ്മേളനം ആ രാത്രി നടത്തുകയല്ല. ആ ഖദറിന്റെ പ്രത്യേകത അവരെ പള്ളിയിലേക്ക് വിടുക എന്നതുമാണ്. ഇല്ലാത്ത ചില അനാചാരങ്ങൾ സമൂഹത്തിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗൗരവമായി ചിന്തിക്കണം. ഇതൊരു പക്ഷപാതിത്വം പറയുകയല്ല, അങ്ങനെ ധരിക്കരുത്. എവിടെ ബിദ്അത്ത് വന്നാലും ആ ബിദ്അത്തിനെ എതിർക്കപ്പെടേണ്ടതാണ്. വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇസ്ലാമിലെ ആദ്യത്തെ ബിദ്അത്തിനെയാണ് ഈ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞത്. ഇസ്ലാമിലെ ആദ്യത്തെ ബിദ്അത്ത് ജുമഅക്ക് ആളുകൾ നേരം വൈകിയതാണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലം 2 ദിവസമാണ് നമ്മൾ ആ ബിദ്അത്തിനെ അടിച്ച് നാശാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ സാന്ദർഭികമായി പറയാം. അതുകൊണ്ട് പല വഴിയിലും ബിദ്അത്ത് കയറി വരും. അത് ഗൗരവമായി ചിന്തിക്കണം. ഇതൊരു പക്ഷപാതിത്വമായി മനസ്സിലാക്കരുത്. ഇത് എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട്. ഗൗരവമായി ആ കാര്യം ചിന്തിക്കുകയും അത്തരം അബദ്ധങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് മാറി നിൽക്കുകയും പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങൾക്ക് ചൂട്ടുപിടിക്കാതിരിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തിലും വളരെ താഴ്മയിലും എല്ലാവരോടും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞുകൊണ്ടുവരുന്നത് ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. ആ സയ്യിദുനാ ജിബ്രീൽ പോലും ഷഹാദത്തിൽ ഉണ്ടായിട്ടില്ല. അല്ലാഹുവുമായുള്ള മുനാജാത്താണ് നമസ്കാരം എന്ന് പറയുന്നത്. ആ മുനാജാത്തിൽ ഒരു മഖ്ലൂഖിനോ അഭിമുഖമാകാൻ അല്ലാഹു അനുവദിച്ചത് മുഹമ്മദ് നബിയെയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. നോക്കൂ നിങ്ങൾ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ നബിക്ക് നേരിട്ട് സലാം പറയുക. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മഖ്ലൂഖ്, ഒരു സൃഷ്ടിക്ക്
സ്രഷ്ടാവ് അള്ളാഹുവിന് മാത്രമുള്ളതല്ലേ നമസ്കാരം. തുടക്കത്തിലും അതാണല്ലോ പറഞ്ഞത്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ. അല്ലാഹുവേ, നിന്നിലേക്ക് മാത്രം ഞാൻ മുന്നിട്ടു എന്നാ പറഞ്ഞത്. എന്നിട്ടൊരാളെ കൂടി കേറ്റു. ആരെ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ മുഹമ്മദ് നബി. അപ്പോൾ ഈ ആരാണ് ഈ മനുഷ്യൻ എന്ന് നാം ചിന്തിക്കണം. മനുഷ്യന് ബോധമുണ്ടായപ്പോൾ ലഭിച്ചിട്ടുള്ള തെളിവിന്റെയും അപ്പുറമാണ് സത്യത്തിൽ ബോധം എന്ന് പറയുന്നത്. അതാ ബോധം. ബോധത്തിനൊന്നും വേണ്ട. ബോധം എന്ന് പറയുന്നത് സത്യത്തിൽ റൂഷദാണ് ഒരു മനുഷ്യന് വേണ്ടിയത്. റൂഷദാണ് ഏറ്റവും വലിയ പ്രധാനം. അതുകൊണ്ടാണ് സയ്യിദുനാ മൂസ അലൈഹിസ്സലാം പോലും റുഷ്ദിനെ കുടിക്കുന്നത്. റുഷ്ദാണ് മനുഷ്യന് വേണ്ടി വിവേകബോധം. അത് വലിയതാണ്. അതല്ലേ ഹലത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ. ഒരു മനുഷ്യന് വേണ്ടത് വിവേകമാണ്. അല്ലാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് വലഖദ ആതൈനാ ഇബ്രാഹീമ റുഷ്ദഹു മിൻ ഖബൽ. ഇബ്രാഹിം നാം നേരത്തെ വിവേകം നൽകിയിരുന്നു എന്ന് അല്ലാഹു നമുക്ക് നൽകട്ടെ. അതുകൊണ്ട് മുസ്തഫ നബിന്റെ കാര്യത്തിൽ തർക്കിക്കരുത്. ഹബീബായ നബിയെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ മനുഷ്യൻ പറഞ്ഞോളും, സ്വാഭാവികം പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്കൂ, നിങ്ങൾ ചിന്തിക്കേ, ഗൗരവമായി മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം. ഏറ്റവും വലിയ അമലല്ലേ മുഅ്മിനീങ്ങളെ? അള്ളാഹുവിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ അമലല്ലേ മുഅ്മിനീങ്ങളെ നമസ്കാരം. ഒരു മയ്യത്തിനെ ഹാജരാക്കിയാൽ ആ മയ്യത്തിന്റെ മുന്നിൽ നമസ്കരിക്കുന്ന ഹാളറായ മയ്യത്തിനെ നമസ്കരിക്കുമ്പോൾ വജ്ജഹ്തുവിനെ വരെ ശറഅ ഒഴിവാക്കി. ദുആഉൽ ഇഫ്തിതാഹ്, ഹാളറായ മയ്യത്തിനെ നമസ്കരിക്കുമ്പോൾ ദുആഉൽ ഇഫ്തിതാഹ് ഇല്ല. തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ നേരെ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കും. ഒന്നുമില്ല. എന്തിന് മയ്യത്ത് നമസ്കാരത്തിൽ സുജൂദില്ല? ഏതാ സുജൂദ്? അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ചിന്തിക്കണം. തലച്ചോറ് തുറക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. എത്ര പറഞ്ഞാലും തലച്ചോറ് തുറക്കാത്ത കുറെ ആളുകൾ കോഴിക്കോട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഗൗരവമായി ചിന്തിക്കണം. ഇതിന് വിവേകം പോലെ അത് അള്ളാഹു അങ്ങോട്ട് ഇബത്ത് തരുകയും വേണം. അല്ലെങ്കിലും കടലാസ് തിന്നത് കൊണ്ടൊന്നും ബുദ്ധി ഉണ്ടാവുന്ന ആരും കരുതണ്ട. അതൊക്കെ റബ്ബിന്റെ ഹിബത്താണ്. അത് അള്ളാഹു അങ്ങോട്ട് തരുന്ന വേണം. അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു നമുക്ക് തരട്ടെ. കടലാസിനപ്പുറല്ലേ കാര്യങ്ങൾ പലപ്പോഴും. അല്ലെങ്കിലും കടലാസിലെ വരി 6000 ചില്ലാനവും കടലാസിനപ്പുറം ഖുൽ ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി. കടലാസ് 6000 ചില്ലാനത്തിൽ ഒതുങ്ങും. എന്നാൽ കടലാസിനപ്പുറം ബഹറിലും തീരുകയില്ല. കടലാസിന്റെ ഇടയിൽ ഇങ്ങനെ തിന്ന് നടന്നാൽ അതുകൊണ്ട് വിജ്ഞാനം ഉണ്ടാവുമെന്നാണ് ചിലർ ധരിക്കുന്നത്. അതുകൊണ്ട് ആ ചില കടലാസ് കിട്ടാതെ ആവുമ്പോൾ അവർ കടലാസ് വരാൻ കാത്തിരിക്കുന്നത്. കടലാസ് വരുന്നതിന് മുമ്പ് ഒരുപക്ഷെ അവർക്ക് പോകേണ്ടി വരും. വിവേകമാണ് മനുഷ്യർ വേണ്ടത്. മുസ്തഫായ നബി, നിങ്ങൾ ചിന്തിക്കേ, സുജൂദില്ല മയ്യിത്ത് നമസ്കാരത്തിൽ. എന്താ സുജൂദ്? അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. റബ്ബിലോടടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജൂദാകുന്നു. മാത്രമല്ല, സുജൂദ് എന്ന് പറയുന്നത് ഇബാദത്തുൽ ഖലായിഖി. അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ വൽ ഖമറു ബിഹുസ്ബാൻ വൻ നജ്മു വശജറു യസ്ജുദാൻ. ഈ കാണുന്ന മരങ്ങൾ വരെ സുജൂദ് ചെയ്യുകയാണ്. നജ്മിന് രണ്ടർത്ഥമുണ്ട്. നക്ഷത്രമാണെന്നും വള്ളിപ്പടർപ്പാണെന്നും. എന്താണെങ്കിലും വൻ നജ്മു വശജറു യസ്ജുദാൻ. ഇബാദത്തുൽ ഖലായിഖാണ് സുജൂദ്. എത്ര പ്രധാനപ്പെട്ടത്. ആ സുജൂദ് പോലും മയ്യിത്ത് നമസ്കാരത്തിലില്ല. അള്ളാഹുവിന് ലഭിക്കേണ്ട ഏറ്റവും വലിയ കർമ്മമായ സുജൂദ് പോലുമില്ല. എന്നിട്ടും ഒഴിവാക്കിയില്ല. അസ്സലാത്തു അലാ റസൂലില്ലാഹ്. അപ്പൊ ആരാണ് മുഹമ്മദ് നബി എന്ന് ചിന്തിക്കണം. മുഹമ്മദ് നബിയെ ഒഴിവാക്കിയ ഒരു കർമ്മവും ഇല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വർക്കങ്ങോട്ട് പറയും, ഞാൻ പറയണ്ടട്ടാ,
ഞാൻ പറയേണ്ട ആവശ്യമല്ല, നിങ്ങളത് പറഞ്ഞേക്കും. ഇതൊക്കെ കാരണം, ഈ ബറക്കത്തിൻ്റെ കാരണം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുള്ള സ്വലാത്ത് മാത്രമാണ്. ഇതും അഹ്ലു ബൈത്തിനോടും പുണ്യനബിയോടുള്ള ആദരവ് മാത്രമാണ്. ഈ ഖുർആൻ സ്റ്റഡി സെൻറ്റർ എന്ന സാധനം നിലനിൽക്കാൻ മറ്റൊരു അടിസ്ഥാനമില്ല. നമ്മളിവിടെ പറഞ്ഞതും നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ചതും രണ്ട് കാര്യമാണ്. ഒന്ന്